കുടിച്ചോണ്ട് വരുന്നവനെ നിങ്ങൾ കുറ്റപ്പെടുത്താതെ കണ്ണീര് കൊണ്ടൊന്ന് സ്വീകരിച്ചു നോക്കി. ഈ എത്ര കുടിച്ചാലും ഈ സ്വയബോധം പോകുന്നു ചുമ്മാ പറഞ്ഞോ. ആൾക്കാർ പറയും അയാളിങ്ങനെ തുണിയില്ലാണ്ട് അയാളെ അയാൾക്ക് സ്വയബോധം ഒന്നും പോയില്ല. നിങ്ങളൊന്ന് പറഞ്ഞ എടാ തുണി എടുത്തു കൊടുത്തടാ, നീ പോഴാ മറ്റവനെന്ന് പറയും. തുണി കൊടുക്കൂല. നിങ്ങൾ അവിടെ നോക്കി നിന്നോ. ജീപ്പിന്റെ മുകളില് ചുവന്ന ലൈറ്റും വെച്ചോണ്ട് പോലീസ് എന്നുള്ള ബോർഡ് എഴുതിക്കൊണ്ട് ഒരു വണ്ടിയും കൂടി വന്നാൽ ഈ പഹയൻ വരണ്ട് പോയി തുണി എടുത്തു കൊടുക്കും. എന്തേ അടിയുള്ളൂ. അതാ ഞാൻ പറഞ്ഞ ഈ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ ബോധമൊന്നും പോവില്ല. നിങ്ങൾ കുടിച്ചോണ്ട് വരുന്നവനെ മെക്കിട്ട് കയറാതെ നിങ്ങൾ അങ്ങോട്ട് സങ്കടപ്പെട്ടേ. പഠിച്ചവനെ ഇന്നലെ എൻ്റെ ഉള്ളം കയ്യാൽ അടിച്ച് സത്യം ചെയ്ത അള്ളാഹ് കുടിക്കൂലെന്ന്. അള്ളാഹുവേ ഇത് സ്വന്തം ചെയ്തതല്ല പഠിച്ചവനെ, ഏതോ ദുഷ്ടന്മാർ ചെയ്യിപ്പിച്ചതാണല്ലാ. പഠിച്ചവനെ എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ അള്ളാഹുവേ കരള് അരിപ്പയായി പോവില്ലോ അല്ലാ. കരള് പോയാൽ മരിച്ചു പോകില്ല പഠിച്ചവനെ. ഞാൻ എങ്ങനെ സഹിക്കും അല്ലാ. എൻ്റെ പൊന്നു മക്കൾക്ക് ആരുണ്ട് പഠിച്ചവനെ. അള്ളാഹുവേ എൻ്റെ പ്രിയപ്പെട്ടവന് ദീർഘായുസ് കിട്ടാൻ ഈ കുടിയിൽ നിന്നും നീ പിന്തിരിപ്പിക്കണേ അല്ലാ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപ്പാന്ന് വിളിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ ഇങ്ങനെ കുടിച്ചു മുന്നോട്ട് പോയാൽ അള്ളാഹുവേ കടപ്പാടം വിൽക്കേണ്ടി വരുമല്ലോ അല്ലാ. കടപ്പാടം വിട്ടാൽ പഠിച്ചവനെ വാടക വീട്ടിൽ കിടക്കേണ്ടി വരുമല്ലോ അല്ലാ. വാടക കെട്ടിടത്തിന്റെ ഉടമ വന്നുകൊണ്ട് കാശ് കൊടുക്കാതാവുമ്പോ ചവിട്ടി പുറത്താക്കൂല പഠിച്ചവനെ. ഞാനും മക്കളും പിച്ച ചണ്ടി എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമല്ലോ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവനെ ഈ ദുസ്വഭാവത്തിൽ നിന്ന് മാറ്റി താട്ടെ അല്ലാ. വേറെ ഒരു ദുസ്വഭാവം ഇല്ല പഠിച്ചവരാനെ. ഈ മാളയൊക്കെ പഠിക്കുക അള്ളാഹുവേ. ഇത്രയും നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ള ഒരു ചെറുക്കന്, ഒരു ഭർത്താവിന്, ഒരു ഭാര്യയ്ക്കും കിട്ടിയിട്ടില്ല അല്ലാ. നൊലോളിച്ചോണ്ട് വരണം. ഒരു പെണ്ണിനും കിട്ടിയിട്ടില്ല പഠിച്ചവന്. അള്ളാഹുവേ സത്യമല്ലാതെ നാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല അല്ലാ. നുള്ളി എന്നെ നോയിപ്പിച്ചിട്ടില്ല പഠിച്ചവന്. ഒരു ദുസ്വഭാവം ഇല്ലാത്തവനാണല്ലാ. ഈ ദുസ്വഭാവത്തിൽ നിന്ന് അള്ളാഹുവേ നീ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അവനോടൊന്നും പറയണ്ട. നീ ഇങ്ങനെ നിന്നങ്ങോട് സങ്കടപ്പെട്ട് ഏങ്ങലടിച്ച് കണ്ണുനീര് തൂത്ത് ഇതൊന്നും ഉള്ളതായിക്കൊള്ളൊന്നും ഇല്ല. ഇങ്ങനെ അവിടെ പറഞ്ഞോളാം. ഇത്രയും നല്ല ആരോഗ്യമുള്ള ചെറുക്കനെ ഈ നാട്ടിലൊരു പെണ്ണിന് കിട്ടിയിട്ടില്ല. എന്നിട്ടാ നീർക്കോലി വലിയ ഇരിക്കണേ. നീ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോളാം. പഠിച്ചവനെ സത്യമല്ലാതെ ഒരു വാക്കും എൻ്റെ പ്രിയപ്പെട്ടവൻ പറയൂല. എവിടെ നാക്ക് വളച്ചതോടെ പറയുള്ളൂ. ഇങ്ങനെ പറഞ്ഞോളാം. പഠിച്ചവനെ എൻ്റെ നുള്ളി നോവിച്ചിട്ടില്ല. അവിടെ കീവറിന് ചവിട്ടാൻ വന്നിട്ടുള്ളൂ. ഇതൊന്നും പറയണ്ട, നല്ലത് മാത്രം പറയാണ്ട. നീ നോക്കിക്കോ. ഒരു മൊയിലാരുടെ വഴുതും വേണ്ട. നാളെ കള്ളിഷാപ്പിൽ ചെന്നിരിക്കുമ്പോൾ നിന്റെ ആ കണ്ണീര് അവൻ്റെ മനസ്സിൽ വരും. പഠിച്ചവനെ എൻ്റെ പാവപ്പെട്ടോള് കുടുംബം നശിക്കുന്നതിനെ പറ്റിയും എൻ്റെ നാശത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടാണല്ലോ റബ്ബേ ആ കരച്ചിലും സങ്കടമൊക്കെ ഉണ്ട്. എടാ ഒരു കുപ്പി വേണ്ട, അര കുപ്പി മതി. അളവ് കുറയ്ക്കും. ഞാൻ കാണിച്ചു തരാം കള്ളുകൂടി മാറുന്നത്. നിസ്കരിക്കാത്ത കെട്ടിയവനെ നീ കുറ്റപ്പെടുത്തരുത്. ഈ കുഴപ്പമുണ്ടാക്കണം. അതാ പറഞ്ഞ നയ വൈകല്യ കുഴപ്പമുണ്ടാക്കണേ. നിസ്കരിക്കാണ്ട് നിന്റെ കെട്ടിയവൻ സ്റ്റൂളെ കയറിയിരുന്ന് വീഡിയോ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാളിയക്കപ്പടി പള്ളിയിലേക്ക് ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ പോവാണ്. അപ്പൊ നീ ഇങ്ങനെ പാവയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ മനസ്സിലായി മീശാങ്കല്ലോ ഓന്തിരിക്കണ ഇങ്ങനെ സ്റ്റൂളേക്ക് ഇരിക്കണം. നിങ്ങൾക്ക് നിൽക്കാൻ പാടുള്ളത് ആണുങ്ങളല്ലേ പള്ളിയിരിക്കണം. എടി ഡാഷിന്റെ മോളെ പൂരിപ്പിച്ചോട്ടോ. അതൊക്കെ നീ എന്നെ സ്വർഗത്തിൽ വിടണ്ടാടി. നീ എന്നെ നിൽക്കിരിക്കും വേണ്ടാടി. നീ പൊക്കോടി നീ സ്വർഗത്തിലേക്ക്. നീ എന്നെ നന്നാക്കാൻ നിൽക്കണ്ടാടി. ആകെ പ്രശ്നമായി. എന്താ പ്രശ്നമായി? ഞാൻ പറഞ്ഞ ആ കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. പിന്നെന്താ? അയാൾ അവിടെ നിന്ന് വീഡിയോ ഇരിക്കുകയാണ്. നീ പാവയ്ക്ക് എറിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കും. വീഡിയോ അടിച്ചോ. പഠിച്ചവനെ ഒരു ദുസ്വഭാവം ഇല്ല റബ്ബേ. അള്ളാഹുവേ എൻ്റെ മക്കൾ നിസ്കാരക്കാരനാകാൻ, എൻ്റെ മക്കൾക്കൊക്കെ എൻ്റെ വാപ്പിച്ചീനെ കണ്ടിട്ട് നിസ്കരിക്കണമെന്നുള്ള നിലയിലേക്ക് വരാൻ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും പള്ളിയിലേക്ക് പോകും. പഠിച്ചവനെ എൻ്റെ പ്രിയപ്പെട്ടവനെ പള്ളിയിലേക്ക് നടിപ്പിക്കണേ അല്ലാ. ഇന്ന് തൂക്കണട്ടാ. പാവയ്ക്കലാവരുത് മൂക്കട്ടാ. പഠിച്ചവനെ അള്ളാഹുവേ എൻ്റെ പ്രിയപ്പെട്ടവനെ പഠിച്ചവനെ അന്ത്യം നന്നാക്കി കിട്ടാൻ നാളെ മനുഷ്യരിൽ ആദ്യമായിട്ട് ചോദ്യം നിസ്കാരമാണല്ലോ അല്ലാ. കുടുംബത്തിൽ ബർക്കത്തുണ്ടാവണേ നിസ്കരിക്കണമെന്നാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞു. പഠിച്ചവനെ എൻ്റെ പ്രിയപ്പെട്ടവനെ നിസ്കാരക്കാരനാക്കണേ അല്ലാ. ഒന്നും അയാളോട് പറയണ്ട. നീ ഇങ്ങനെ ഇരുന്ന് കണ്ണീര് അങ്ങോട്ട് തൂക്കണം, മൂക്കട്ടി വലിപ്പിക്കണം. ഇങ്ങനെ നരഞ്ഞോണ്ട് നീ 2 ദിവസം തൊഴിച്ചേ. ഒരു വാവിലേരം വെള്ളം പറ്റൂല. 2 ദിവസം തൊഴിച്ചേ. 3-ാമത്തെ ദിവസം തോളത്തിട്ടോണ്ട് എങ്ങോട്ടാ? അല്ല ഞാൻ പള്ളിയിൽ പോവാടി. നല്ല 1-ാം നമ്പർ വെള്ളം പെയ്ത് കണ്ടാ.
ഇതാണ് നയം. ആദ്യത്തതോ നയവൈകല്യം. നിങ്ങൾ നയപരമായി ഇടപെട്ടോ നിങ്ങളെ കെട്ടുവാനൊരു അശ്ലീലവും കാണൂല, ഒരു മൊബൈലും നോക്കൂല, ഒരു ബീഡിയും വലിക്കൂല, ഒരു കള്ളും കുടിക്കൂല, ഒരു നിസ്കരിക്കാതിരിക്കില്ല. സഹോദരിമാരെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പൊന്നുമോൾക്ക് പോലും പാഠം കൊടുത്തതാ നബി തങ്ങള്. നബി തങ്ങൾ ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയാൽ മുറ്റത്തേക്ക് വന്നു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല ഹദീസിലുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സലാം ചൊല്ലിട്ട് എങ്ങോട്ടാണ് റസൂലുള്ളാഹ്? മകൾ സുഖമില്ലാതെ അവിടേക്കാണ് സന്ദർശിക്കാൻ പോവുകയാണ്. ഞാനും കൂരട്ടെ വരട്ടെ നബിയെ? പോരെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുറ്റത്തേക്ക് എന്നപ്പോ ഇന്നലത്തെ പോലെ അല്ലാഹുവിന്റെ റസൂൽ സലാം ചൊല്ലി. അപ്പൊ അകത്ത് കിടക്കുന്ന മകള് പറയുന്നു, റസൂലുള്ളാഹ്, എന്റെ ശരീരത്തിൽ കിടക്കുന്ന തുണി ഞാൻ മുഖം മൂടാൻ വേണ്ടി വലിച്ചാൽ എന്റെ കാല് വെളിവാകും നബിയെ. കാല് മൂടാൻ വേണ്ടി ഞാൻ വലിച്ചാൽ എന്റെ മുഖഭാഗം വെളിവാകും റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റിക്കൊണ്ടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളോട് നിൽക്കി, ഞാൻ കേറിയിട്ട്. അകത്തേക്ക് കയറി ചെന്ന് ആ കിടക്കുന്നോടത്തിന്റെ അടുത്ത് നബി തങ്ങൾ ഇരുന്നിട്ട് നെറ്റിയിൽ തല കൈവച്ചിട്ട് ചോദിച്ചു, മകളെ, മോളെ, തലവേദന എങ്ങനെയുണ്ട്? മറുപടി എന്താണെന്നറിയോ? എന്റെ തലയ്ക്കുള്ള വേദനയേക്കാൾ എന്നെ വിഷമിപ്പിക്കുന്നത് എന്റെ വിശപ്പാണ് റസൂലുള്ളാഹ്. കരണ്ട് പിടിക്കുന്നത് പോലെ കയ്യങ്ങോട് പൊങ്ങിന്ന്. പുറത്ത് നിൽക്കുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല കേൾക്കുന്ന വാക്കെന്താണെന്നറിഞ്ഞോ? മോളെ, അലിയെ നീ വേദനിപ്പിക്കണ്ട. ഇവിടെ അലി വല്ല ചർച്ചയിലും വന്നോ? പറ. തലയിൽ കൈവച്ച മോളോട് ചോദിച്ചതിന് മറുപടി എന്താ പറഞ്ഞത്? എന്റെ തലവേദനയേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് എന്റെ വയറിന്റെ വിശപ്പാണ് റസൂലുള്ളാഹ്. ഇവിടെ അലിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ തങ്ങൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അലിയെ വേദനിപ്പിക്കണ്ട മോളെ, അലിയെ വെറുപ്പിക്കണ്ട മോളെ. കാരണം എന്താ? വിശപ്പിന് പരിഹാരം തരേണ്ടത് ഭർത്താവാണ്. ഭർത്താവ് എനിക്ക് ഭക്ഷണം എത്തിച്ചു തന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ഇവിടെ വെച്ചത്, പരാതിയെ ഇവിടെ വെച്ചത്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരിക്കൽ ഓടി വരിക മോള് ഫാത്തിമത്തു സൂറ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ വന്നിട്ട് പറയുന്നു, പൊന്നാര നബിയേ, പാനോടെ പറയുന്നത്, പൊന്നാര റസൂലുള്ളാഹ്, എന്റെ ഭർത്താവിന് വെറുപ്പുള്ള ഒരു വാക്കെന്റെ നാവിൽ നിന്ന് വീണുപോയി. എന്നെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ പാട്ട് പാടി വട്ടം കറങ്ങി റസൂലുള്ളാഹ്. ഒരു പ്രാവശ്യം കറങ്ങിയിട്ട് മുഖത്തേക്ക് നോക്കുമ്പോൾ മാറ്റം കാണുന്നില്ല. വീണ്ടും ഞാൻ കറങ്ങി, മുഖത്തിന് മാറ്റം വരുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കറങ്ങിയെത്തുമ്പോൾ എന്നെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സ്വീകരിച്ചു റസൂലേ. പൊന്നാര നബി തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, ആ 3 വട്ടം എത്തുന്നതിന് മുമ്പ് മുഖറബായ മലക്കുൽ മൗത്ത് അസ്റായീൽ നിന്റെ റൂഹിനെ പിടിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിന്റെ സുഗന്ധം പോലും നിനക്ക് നിഷിദ്ധമായി പോയനെ മോളെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 പ്രാവശ്യം എത്തിയപ്പോഴത്തേക്കാണ് ഇവിടെ പൊരുത്തപ്പെട്ടത്. 2 പ്രാവശ്യം കറങ്ങുമ്പോൾ പൊരുത്തപ്പെട്ടിട്ടില്ല. 3 എത്തുന്നതിന് മുമ്പെങ്ങാനും നീ മരണപ്പെട്ടു പോയെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടുമായിരുന്നില്ല. നോക്ക് സഹോദരിമാരെ, ഇന്ന് എന്താണ് അവസ്ഥ? പറ. കുടുംബത്തിലെ അവസ്ഥ എന്താ സഹോദരിമാരെ? നിങ്ങൾ വഴിപ്പെടുന്നത് ഭർത്താവിനല്ല, മറിച്ച് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, അവിടുന്ന് എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടായാലും ആ വിഷമങ്ങളെല്ലാം ക്ഷമിക്കാനും അതെല്ലാം സഹിക്കാനും നിങ്ങൾ തയ്യാറാകണം. എങ്ങനെ? അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നയപരമായിട്ട്. അങ്ങനെ കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ചെറുതിനെയാണെങ്കിലും ചെറുതാ കൊണ്ടുവരുന്നെങ്കിലും വലുതായിട്ട് കാണാം. ഇതൊക്കെ ഇന്ന് കുടുംബം കലഹാനുള്ള കാരണങ്ങളിൽ പെട്ടതാ, കുടുംബ കലഹങ്ങളിൽ പെട്ടതാ. എന്തെങ്കിലുമൊക്കെ ഭർത്താവിനോടൊക്കെ ആവശ്യപ്പെടും, ഭർത്താവ് കൊണ്ടുവരുമ്പോൾ അതിനെ പറ്റിയൊക്കെ കുറ്റം പറയല്ല വേണ്ടത്. ഏത് ചെറുതാണ് കൊണ്ടുവരുന്നതെങ്കിലും അൽഹംദുലില്ലാഹ്, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇത് വലിയ വില കൂടിയതല്ലേ, വലിയ വിലയൊന്നും ഇല്ലാടിയാ. ഇതാണ് നയപരമായ. നിങ്ങൾ നയപരമായിട്ട് ഭർത്താവുമായി ഇടപെട്ടാൽ എത്ര ദുസ്വഭാവിയാണെങ്കിലും ഭർത്താവിനെ നന്നാക്കാൻ കഴിയും. നിങ്ങളുടെ നയവൈകല്യമാണ് പ്രശ്നങ്ങൾക്ക് വരിക. നേരത്തെ പറഞ്ഞില്ലേ, വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് വീട്ടിലേക്ക് വരികയാണ് ഭർത്താവ്. യാതൊരു സ്വസ്ഥതയും ഭാര്യ കൊടുക്കൂല. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ചവിട്ടിൽ മൂട്ട പോയ മാതിരിയാണ്. കണ കുണ കപ്പച്ചക്ക എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? പകലന്തിയോളം എല്ല് മുറിയെ പണിയെടുക്കണം. കുടുംബം പറ്റാനാണെങ്കിലും പണിയെടുക്കണം. വീട്ടിൽ ചെന്നാൽ അവള് സ്വൈര്യം തരൂല. ഒരു പണി ചെയ്യാ, ഒരു കാല് കുടിച്ചോണ്ട് അങ്ങോട്ട് പോകണം.
ഇവൻ ഷാപ്പിൽ കയറും, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കും, അല്ലെങ്കിൽ അതിന് പറ്റിയ സാധനം കൊടുക്കും. ആടി ആടി വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലും. ഇവള് പഴയതിനേക്കാളും ഇരട്ടിയായിട്ട് അവിടെ തുടങ്ങും. ഇവൻ ഇതെല്ലാം കേട്ട ഇടയ്ക്കിടയ്ക്ക് വേറെ അവനൊക്കെ ഇടകയറൊന്നുമില്ല. കാരണം എന്താ, ഊഷായി വന്നേക്കുവാണ്. ആരാണ് അവനെ കുടിയനാക്കിയത് പറ? വീട്ടിൽ സ്വൈര്യം കൊടുക്കണില്ല, അപ്പൊ അവന്റെ സ്വഭാവം മോശമായി. ഞാൻ പറയട്ടെ, കള്ളു കുടിക്കുന്ന ഒരു ഭർത്താവാ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന കഞ്ചാവ് വലിക്കുന്ന ഭർത്താവാ, നീ നയപരമായിട്ടൊന്ന് ഇടപെട്ട് നോക്കി. എന്താ നയവൈകല്യം ഉണ്ടാവണതൊക്കെ. ഇനിയിപ്പോ കുടിച്ചോണ്ട് വന്നിരിക്കട്ടെ, കുടിച്ചോണ്ട് വന്നാലും വീർപ്പിച്ചോണ്ട് വന്നു തുടങ്ങി കൊടന്താ ഒടുക്കത്ത കുടി. ഇങ്ങോട്ട് വാടാൻ കൂടി നിന്റെ അവസാന കുടി. ഇന്ന് നിന്റെ തീക്കൊള്ളി എടുത്തിയാൽ നിന്റെ വള്ളം കെട്ടി ഞാൻ കുത്തിയേക്കാം. നിന്റെ അവസാന കുടി കുടിക്കില്ല എന്ന് ഇന്നലെ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ഇന്നും മോന്തി കൊണ്ട് വന്നേക്കോണ്ട് നിന്റെ അവസാനത്തെ കുടി. അങ്ങനെ നീ ഇതേ മുടിയൊക്കെ ഇങ്ങനെ കെട്ടഴിച്ചിട്ട് ഇങ്ങനെ മൊത്തം ഒരു കറക്കൊക്കെ കറക്കി, ഇതേ സാരിയൊക്കെ ഇങ്ങനെ എടുത്തങ്ങനെ കുത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവനിങ്ങനെ ആടി ആടി അവൻ്റെ അടുത്തേക്ക് വന്നപ്പോ ഒറ്റ മറിയൽ നിന്റെ പുറത്തേക്ക്. ഇതേ തവളയുടെ പുറത്ത് കാറ് കയറി വരും. രാത്രിയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കണ്ടോ തവള ഇങ്ങനെ 4 കാലുമൊക്കെ പിടിച്ചിരിക്കണേ. വണ്ടിയുടെ ലൈറ്റ് ആടുമ്പോൾ എന്താണെന്നറിയോ, നിന്റെ വണ്ടിയാ മറിക്കും ഞാൻ കണ്ട അതങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കണേ. ഇതവിടെ ചെല്ലുമ്പോ ഇതുപോലെ ഇത് മൊത്തം പൂസായിട്ട് വന്നേക്കണേ. നീ ഇങ്ങനെ നിന്ന് കസറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? എന്താ ഈ പഴഞ്ഞെന്ന് ചോദിച്ചിങ്ങനെ കേട്ടിപ്പോ ഒറ്റ മറിയില് നീ അടിയിൽ അനങ്ങാൻ പറ്റില്ല. പ്രശ്നം കൂടിയോ? പിറ്റേ ദിവസം മുമ്പ് അതിനേക്കാളും കൂടി കുടിച്ചോണ്ട് വരും. ഇത് നയവൈകല്യം. നയം എങ്ങനെയാന്ന് പറഞ്ഞേ. നയം എങ്ങനെയാ? കുടിച്ചോണ്ട് വരുവാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, സഹോദരിമാരോടെ പറയാൻ. എത്ര ദുഷ്ടനായ ഭർത്താവാണെങ്കിലും ഭാര്യയുടെ കണ്ണുനീര് സഹിക്കാൻ ഒരു ഭർത്താവിന് കഴിയില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കുക. ഇതൊരു സത്യ. ഭാര്യയുടെ കണ്ണുനീര് സഹിക്കാൻ ഒരു ഭർത്താവിന് കഴിയില്ല. ഒന്ന് പോയില്ല. എന്ത്? കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ 1 മണിക്കൂർ വിളിച്ചു. എന്തിന്? ഞായറാഴ്ച കല്യാണത്തിന് കട അടക്കുന്നതിന് മുമ്പ് ഒരു സാരി മേടിച്ചുകൊണ്ടാന്ന് പറഞ്ഞ് അരമണിക്കൂർ വിളിച്ചിട്ട് ആ മനുഷ്യൻ ആ ചൂണ്ടുവരലും കൊണ്ട് ഇതൊക്കെ അവിടത്തേക്ക് ഒരു കുത്തു നന്നുകൊണ്ട് പള്ളിയിലേക്ക് ഇറങ്ങിപ്പോയി. എനിക്കത് സാരി മേടിച്ചില്ല. എല്ലാവരും വിളിച്ചാൽ സഹിക്കില്ല എന്ന് ഞാൻ സാരി മേടിച്ചുകൊണ്ടുണ്ട്. അതിൻ്റെ കവളത്തേക്കല്ല എന്നെ കുത്തുണ്ട്. ആകെപ്പാടെ 3000 രൂപ ശമ്പളമുള്ളൂ. നിനക്ക് എല്ലാ ആഴ്ചയും സാരി മേടിക്കണം. ഈ നരകത്തിൽ പോണ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞോടത്തിൽ ഹദീസ് പറയുന്നുണ്ട്, യുകല്ലിഫു മാ ലാ യുതീഖൂൻ. ഭർത്താവിന് കഴിയാത്തത് ഭർത്താവിനോട് നിർബന്ധിക്കുക. നരകാവകാശികളായ പെണ്ണുങ്ങളെ നിമിത്തങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞോടത്തിൽ ഇത് പറയുന്നുണ്ട്. ഒരാളുടെ കഴിവിന്റെ കണക്ക് നോക്കിയിട്ട് നമ്മൾ ആവശ്യപ്പെടാവുള്ളൂ. ഇത് കഴിവിനേക്കാൾ കൂടുതൽ ആവശ്യപ്പെടുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ സാരിക്ക് വേണ്ടിയുള്ള കരയിലല്ല പറയുന്നത്. അതായത് കഴുത്തേക്ക് കുത്തിയിട്ടൊക്കെ പോയിരിക്കും. കാര്യപ്പെട്ട ഒരു കരച്ചില് ഏത് ഭർത്താവിനും സഹിക്കാൻ കഴിയില്ല. തെളിവല്ലേ ഉഹദ് രണാങ്കണത്തിന്റെ ഓരത്ത് ഒരു ചെറ്റപ്പുരയിൽ ഇരുന്നു കൊണ്ടിട്ട് ഒരു പെണ്ണ് കരയോ? സഹോദരിമാരെ, ഞാൻ ഇത് പറഞ്ഞിട്ടാ നിർത്തിയേക്കാം. എന്ത് പറഞ്ഞോണ്ട് അവര് കരയണമെന്നറിയോ? പടച്ചവനെ, നാളത്തെ പ്രഭാതത്തിൽ സത്യത്തിന്റെയും അസത്യത്തിന്റെയും വക്താക്കള് മുഖാമുഖം മുട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയും സഹാബക്കും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ശത്രുക്കള്. പടച്ചവനെ, സത്യത്തിന്റെ ഭാഗത്ത് അണിനിരക്കാൻ എന്റെ കുടുംബത്തിൽ നിന്നൊരാണില്ലല്ലോ അല്ലാ. എനിക്ക് ഉപ്പ മരണപ്പെട്ടു പോയല്ലോ, എന്റെ ആങ്ങളമാര് മൗത്തായി പോയല്ലോ, എനിക്ക് ആൺമക്കളെ നീ തന്നിട്ടില്ലല്ലോ, ആകെ ആന്തരിയായിട്ടുള്ളത് എന്റെ ഭർത്താവാണല്ലോ. ആ മനുഷ്യനാണെങ്കിൽ യുദ്ധത്തിന്റെ യോഗ്യതയില്ലാത്ത മുടന്തനായി പോയല്ലോ. ഇതാണ് സങ്കടം. നാളെ വൈകുന്നേരം ആവുമ്പോ ഈ മദീനത്തെ പെണ്ണുങ്ങൾ പറയും, ഷഹീദായ മോന്റെ ഉമ്മയാ ഞാൻ, ഷഹീദായ വാപ്പാടെ മോളാ ഞാൻ, ഷഹീദായ ആങ്ങളയുടെ പെങ്ങളാ ഞാൻ, ഷഹീദായ ഭർത്താവിന്റെ ഭാര്യയാ ഞാൻ. ഒന്നിനും പെടാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ അല്ലാ. സങ്കടപ്പെട്ട് കരയാണ്. ഞണ്ടിന്റെ കാലുപോലെ ഇങ്ങനെ കാലും കൂട്ടി വെച്ചോണ്ട് ഉമ്മർത്തിരിക്കുക. ആര്? മഹാനായ സഹാബി അംർ ഇബ്നു ജുമൂഅ് റളിയല്ലാഹു തആല. ഈ കരച്ചിൽ കേട്ടിട്ടാ മനുഷ്യൻ പറഞ്ഞ ഭാര്യ കരയുന്നത് ഒരു ഭർത്താവിന് സഹിക്കില്ല. അയാൾ ആ ഊന്നുവടി എടുത്ത് ആ മുറ്റത്തേക്ക് വെച്ചിട്ട് ഈ ചുരുണ്ട കാല് നിവർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങി ഈ കക്ഷത്തിലേക്ക് ആ ഊന്നുവടി അങ്ങോട്ട് വെച്ചിട്ട് കഴബയുടെ നേരെ കൈ അങ്ങോട്ട് ഉയർത്തി.
اللهم اجعل موتي مع الشهيد اللهم لا تردني إلى أهلي. പടച്ചവനെ എന്റെ മരണം രക്തസാക്ഷിയുടെ മരണമാക്കണേ അല്ലാഹ്. എന്നെ എന്റെ കുടുംബത്തിലേക്ക് ഇനി മടക്കല്ലേ അല്ലാഹ്. 3 ആവർത്തി ദുആ ചെയ്തിട്ട് പെരയുടെ ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് അസ്സലാമു അലൈക യാ ഖുറത ഐനി, എന്റെ കണ്ണിന് കുളിർമയായ പ്രിയപ്പെട്ടവളെ, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, ഞാൻ ഉഹദിലേക്ക് പോവുകയാണ്. വിധിയുണ്ടെങ്കിൽ ഇവിടെ കാണാം, അല്ലെങ്കിൽ ആഖിറത്തിൽ കാണാം. ഭാര്യ സലാം അടക്കി 3 വടി കുത്തി ഉഹദ് രണാങ്കണത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെയും സഹാബാക്കളുടെയും കൂട്ടത്തിൽ ആ സഹാബി നിന്നു. കൈയും കാലും ഉള്ളവർക്ക് പരാജയം പറ്റിയ യുദ്ധ ഉഹദ് യുദ്ധം. പോയി കാണാനും ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും അങ്ങനെ ഈമാൻ വർദ്ധിച്ച് മുത്തക്കിയായിട്ട് മരിക്കാനും അല്ലാഹു നമുക്കെല്ലാം വഴി എളുപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ ഹംസത്തുൽ കറാർ തങ്ങൾ അടക്കമുള്ളവർ ഷഹീദായി. യുദ്ധം ഞാൻ പറയുന്നില്ല, നിർത്തി. അള്ളാഹിന്റെ റസൂല് ജബലുർ റൂമാത്തിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ തങ്ങളെ ഇറക്കി കൊണ്ടുവന്ന് ഹംസത്തുൽ കറാർ തങ്ങളെയൊക്കെ കണ്ട് നേരെ വടക്ക് വശത്തുള്ള ആ ഗുഹയിലേക്ക് പോവുകയാണ്. ആ ഗുഹയ്ക്കകത്തിരുന്നിട്ട് ഇങ്ങനെ ഉഹദിലേക്ക് നോക്കിയിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്. അപ്പൊ കാണാ, സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടി പറയാ, ഉഹദിനകത്തൊരു സഹോദരി ഒരൊട്ടകത്തിന്റെ കയറെ പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുകയാണ്, എന്തോ അന്വേഷിച്ച് നടക്കുകയാണ്. കിട്ടിയ ആർത്തിയോടെ ഈ കണ്ട സാധനെല്ലാം ഈ ഒട്ടകത്തിന്റെ പുറത്തുള്ള കൊട്ടയിലേക്ക് വാരിയിട്ടു. ഒട്ടകത്തിനെ അവിടെ കിടത്തി കൊട്ടയിലേക്ക് വാരിയിട്ടിട്ട് ഒട്ടകത്തിന്റെ കയറെ പിടിച്ച് അവര് നേരെ ഉഹദിന്റെ എതിർദിശയിലേക്ക് നടക്കുകയാണ്. ഉഹദ് യുദ്ധം നടന്ന അതിർത്തിക്ക് എത്തുമ്പോൾ ഒട്ടകം വല്ലാതെ ബഹളി പിടിച്ചിട്ട് തിരിച്ചോടി. പർദായും കൂട്ടിപ്പിടിച്ച് ഈ പെണ്ണ് ഒട്ടകത്തിന്റെ പിന്നാലെ ഓടുകയാണ്. റസൂലുള്ളാഹി അവിടെ നിന്ന് കാണുകയാണ്. വീണ്ടും ഒട്ടകത്തിന് ഉഹദിന്റെ മറുഭാഗത്ത് നിന്ന് പിടിച്ച് ആ ആദ്യത്തെ തുടക്ക ഭാഗത്തേക്ക് വീണ്ടും കൊണ്ടുപോവുകയാണ്. നബി തങ്ങൾ ആളെ വിട്ടു. ആ സഹോദരിയുടെ ഒട്ടകത്തിനെ അവിടെ ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അടുത്തേക്ക് വന്നു ചോദിച്ചു, നിങ്ങൾ ആരാണ് സഹോദരി? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അംർ ഇബ്നു ജുമൂഹിന്റെ ഭാര്യയാണ്. എന്താണ് നിങ്ങൾ ആ ഒട്ടകത്തിന്റെ മുകളിൽ കയറ്റിയിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവന്റെ നുറുക്കപ്പെട്ട ശരീരവും ഒടിഞ്ഞു നുറുങ്ങിയ വടിയുമാണ് നബിയെ. എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ ജനാസ ഒന്ന് നേരെയാക്കി അടക്കി അത് തങ്ങളെയോ സഹാബാക്കളെ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോവുകയാണ് റസൂലുള്ളാഹ്. പക്ഷേ ഉഹദിന്റെ അതിർത്തി വിട്ട് ഒട്ടകം പുറത്തു കിടക്കാൻ തയ്യാറാകുന്നില്ല നബിയെ. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് ദുആ നടത്തിയത്? അല്ലാഹുമ്മ ജഅൽനി ഷഹീദാ, അല്ലാഹുമ്മ ലാ തറുദ്നി ഇലാ അഹ്ലി. ഇത് 3 ആവർത്തിച്ച് ദുആ ചെയ്തു റസൂലുള്ളാഹ്. വീട്ടിലേക്ക് എന്നെ മടക്കല്ലേ എന്നല്ലേ ദുആ ചെയ്ത്. ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യന്റെ ജനാസ, ഈ ഷഹീദായ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയാൽ നിന്നെ കൊണ്ട് സാധിക്കില്ല. എവിടെ നിന്നാണോ നീ പറക്കിയെടുത്തത് അത് അവിടെ കൊടഞ്ഞിട്ടേ ഞാനും സഹാബാക്കളും മടക്കിക്കൊള്ളാം. ഇന്നും ഉഹദിലേക്ക് ചെല്ലുമ്പോ ഹംസത്തുൽ കറാർ തങ്ങൾക്ക് സലാം ചൊല്ലുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അസ്സലാമു അലൈക്കും യാ ഷഹീദ് അംർ ഇബ്നു ജുമൂഹ്. ആരാണ് ഈ മുടന്തനെ ഈ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചത്? പെണ്ണിന്റെ കണ്ണുനീരാ. കുടിച്ചോട്ട് വരുന്നവനെ, ഇന്നലെ പറഞ്ഞില്ലേ, കുറ്റപ്പെടുത്തലല്ല ശരി. കുടിച്ചോണ്ട് വരുന്നവനെ നിങ്ങൾ കുറ്റപ്പെടുത്താതെ കണ്ണീര് കൊണ്ടൊന്ന് സ്വീകരിച്ചു നോക്കി. ഈ എത്ര കുടിച്ചാലും ഈ സ്വയബോധം പോകുന്നു ചുമ്മാ പറഞ്ഞാണ്ടോ. ആൾക്കാർ പറയും അയാളിങ്ങനെ തുണിയില്ലാണ്ട് അയാൾക്ക് അയാൾക്ക് സ്വയബോധം ഒന്നും പോയില്ല. നിങ്ങളൊന്ന് പറഞ്ഞ എടാ ആടാ ആടാ തുണി എടുത്തു കൊടുത്തടാ, നീ പോഴാ മറ്റവനെന്ന് പറയും. തുണി കൊടുക്കൂല. നിങ്ങൾ അവിടെ നോക്കി നിന്നോ, ജീപ്പിന്റെ മുകളില് ചുവന്ന ലൈറ്റും വെച്ചോണ്ട് പോലീസ് എന്നുള്ള ബോർഡ് എഴുതിക്കൊണ്ട് ഒരു വണ്ടിയും കൂടെ വന്നാൽ ഈ പഴയ വരണ്ട് പോയി തുണി എടുത്തു കൊടുക്കും. അതിന്റെ അടിയുള്ളൂ. അതാ ഞാൻ പറഞ്ഞ, ഈ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ ബോധമൊന്നും പോവില്ല. നിങ്ങൾ കുടിച്ചോണ്ട് വരുന്നവനെ മെക്കിട്ട് കയറാതെ നിങ്ങൾ അങ്ങോട്ട് സങ്കടപ്പെട്ടേ. പഠിച്ചവനെ, ഇന്നലെ എന്റെ ഉള്ളം കയ്യാൽ അടിച്ച് സത്യം ചെയ്ത അള്ളാഹ് കുടിക്കൂലെന്ന്. അള്ളാഹുവേ, ഇത് സ്വന്തം ചെയ്തതല്ല പഠിച്ചവനെ, ഏതോ ദുഷ്ടന്മാര് ചെയ്യിപ്പിച്ചതാണല്ലാ. പഠിച്ചവനെ, എന്റെ പ്രിയപ്പെട്ടവൻ ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ അള്ളാഹുവേ കരള് അരിപ്പയായി പോവില്ലോ അല്ലാ. കരള് പോയാൽ മരിച്ചു പോകില്ല പഠിച്ചവനെ. ഞാൻ എങ്ങനെ സഹിക്കും അല്ലാ? എന്റെ പൊന്നു മക്കൾക്ക് ആരുണ്ട് പഠിച്ചവനെ?
അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവന് ദീർഘായുസ് കിട്ടാൻ ഈ കുടിയിൽ നിന്നും നീ പിന്തിരിപ്പിക്കണേ അല്ലാ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഉപ്പാന്ന് വിളിക്കാൻ എന്റെ പ്രിയപ്പെട്ടവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണേ പഠിച്ചവന്. അല്ലാഹുവേ ഇങ്ങനെ കുടിച്ചു മുന്നോട്ട് പോയാൽ അല്ലാഹുവേ കടപ്പാടം വിൽക്കേണ്ടി വരുമല്ലോ അല്ലാ. കടപ്പാടം വിട്ടാൽ പഠിച്ചവനെ വാടക വീട്ടിൽ കിടക്കേണ്ടി വരുമല്ലോ അല്ലാ. വാടക കെട്ടിടത്തിന്റെ ഉടമ വന്നുകൊണ്ട് കാശ് കൊടുക്കാതാവുമ്പോ ചവിട്ടി പുറത്താക്കൂല പഠിച്ചവന്. ഞാനും മക്കളും പിച്ച ചണ്ടി എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമല്ലോ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവനെ ഈ ദുസ്വഭാവത്തിൽ നിന്ന് മാറ്റി താട്ടെ അല്ലാ. വേറെ ഒരു ദുസ്വഭാവം ഇല്ല പഠിച്ചവരാനെ. ഈ മാളയൊക്കെ പഠിക്കുക അല്ലാഹുവേ. ഇത്രയും നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ള ഒരു ചെറുക്കന് ഒരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്കും കിട്ടിയിട്ടില്ല അല്ലാ. നൊളവിളിച്ചോണ്ട് വരണം. ഒരു പെണ്ണിനും കിട്ടിയിട്ടില്ല പഠിച്ചവന്. അല്ലാഹുവേ സത്യമല്ലാതെ നാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല അല്ലാ. നുള്ളി എന്നെ നോയിപ്പിച്ചിട്ടില്ല പഠിച്ചവന്. ഒരു ദുസ്വഭാവം ഇല്ലാത്തവനാണ് അല്ലാ. ഈ ദുസ്വഭാവത്തിൽ നിന്ന് അല്ലാഹുവേ നീ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അവനോടൊന്നും പറയണ്ട. നീ ഇങ്ങനെ നിന്നങ്ങോട് സങ്കടപ്പെട്ട് ഏങ്ങലടിച്ച് കണ്ണുനീര് തൂത്ത് ഇതൊന്നും ഉള്ളതായിക്കൊള്ളൊന്നും ഇല്ല. ഇങ്ങനെ അവിടെ പറഞ്ഞോളാം. ഇത്രയും നല്ല ആരോഗ്യമുള്ള ചെറുക്കനെ ഈ നാട്ടിലൊരു പെണ്ണിന് കിട്ടിയിട്ടില്ല. എന്നിട്ടാ നീർക്കോലി വലിയ ഇരിക്കണേ. നീ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോളാം. പഠിച്ചവനെ സത്യമല്ലാതെ ഒരു വാക്കും എൻ്റെ പ്രിയപ്പെട്ടവൻ പറയൂല. എവിടെ നാക്ക് വളച്ചതോടെ പറയുള്ളൂ. ഇങ്ങനെ പറഞ്ഞോളാം. പഠിച്ചവനെ എൻ്റെ നുള്ളി നോവിച്ചിട്ടില്ല. അവിടെ കീവറിന് ചവിട്ടാൻ വന്നിട്ടുള്ളൂ. ഇതൊന്നും പറയണ്ട, നല്ലത് മാത്രം പറയാണ്ട. നീ നോക്കിക്കോ. ഒരു മൊയിലാരുടെ വഴുതും വേണ്ട. നാളെ കള്ളിഷാപ്പിൽ ചെന്നിരിക്കുമ്പോൾ നിന്റെ ആ കണ്ണീര് അവൻ്റെ മനസ്സിൽ വരും. പഠിച്ചവനെ എൻ്റെ പാവപ്പെട്ടോള് കുടുംബം നശിക്കുന്നതിനെ പറ്റിയും എൻ്റെ നാശത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടാണല്ലോ റബ്ബേ ആ കരച്ചിലും സങ്കടമൊക്കെ ഉണ്ട്. എടാ ഒരു കുപ്പി വേണ്ട, അര കുപ്പി മതി. അളവ് കുറയ്ക്കും. ഞാൻ കാണിച്ചു തരാം കള്ളുകൂടി മാറുന്നത്. നിസ്കരിക്കാത്ത കെട്ടിയവനെ നീ കുറ്റപ്പെടുത്തരുത്. ഈ കുഴപ്പമുണ്ടാക്കണം. അതാ പറഞ്ഞ നയവൈകല്യ കുഴപ്പമുണ്ടാക്കണേ. നിസ്കരിക്കാണ്ട് നിന്റെ കെട്ടിയവൻ സ്റ്റൂളെ കയറിയെന്ന് വീഡിയോ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാളികപ്പടി പള്ളിയിലേക്ക് ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ പോവാണ്. അപ്പൊ നീ ഇങ്ങനെ പാവയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ മനസ്സിലായി മീശാങ്കല്ലോ ഓന്തിരിക്കണ ഇങ്ങനെ സ്റ്റൂളേക്ക് ഇരിക്കണം. നിങ്ങൾക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ആണുങ്ങളല്ലേ പള്ളിയിരിക്കണം. എടി ഡാഷിന്റെ മോളെ പൂരിപ്പിച്ചോട്ടോ. അതൊക്കെ നീ എന്നെ സ്വർഗത്തിൽ വിടണ്ടാടി. നീ എന്നെ നിസ്കരിക്കും വേണ്ടാടി. നീ പൊക്കോടി നീ സ്വർഗത്തിലേക്ക്. നീ എന്നെ നന്നാക്കാൻ നിൽക്കണ്ടാടി. ആകെ പ്രശ്നമായി. എന്താ പ്രശ്നമായി? ഞാൻ പറഞ്ഞ ആ കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. പിന്നെന്താ? അയാൾ അവിടെ നിന്ന് വീഡിയോ ഇരിക്കുകയാണ്. നീ പാവയ്ക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ശ്രദ്ധിക്കും. വീഡിയോ വെച്ചോ. പഠിച്ചവനെ ഒരു ദുസ്വഭാവം ഇല്ല റബ്ബേ. അല്ലാഹുവേ എൻ്റെ മക്കൾ നിസ്കാരക്കാരനാകാൻ, എൻ്റെ മക്കൾക്കൊക്കെ എൻ്റെ വാപ്പിച്ചീനെ കണ്ടിട്ട് നിസ്കരിക്കണമെന്നുള്ള നിലയിലേക്ക് വരാൻ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും പള്ളിയിലേക്ക് പോകും. പഠിച്ചവനെ എൻ്റെ പ്രിയപ്പെട്ടവനെ പള്ളിയിലേക്ക് നടിപ്പിക്കണേ അല്ലാ. ഇന്ന് തൂക്കണട്ടാ. പാവയ്ക്കലാവരുത് മൂക്കട്ടാ. പഠിച്ചവനെ അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ടവനെ പഠിച്ചവനെ അന്ത്യം നന്നാക്കി കിട്ടാൻ നാളെ മനുഷ്യരിൽ ആദ്യമായിട്ട് ചോദ്യം നിസ്കാരമാണല്ലോ അല്ലാ. കുടുംബത്തിൽ ബർക്കത്തുണ്ടാവണേ നിസ്കരിക്കണമെന്നാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞു. പഠിച്ചവനെ എൻ്റെ പ്രിയപ്പെട്ടവനെ നിസ്കാരക്കാരനാക്കണേ അല്ലാ. ഒന്നും അയാളോട് പറയണ്ട. നീ ഇങ്ങനെ ഇരുന്ന് കണ്ണീര് അങ്ങോട്ട് തൂക്കണം, മൂക്കട്ടി വലിപ്പിക്കണം. ഇങ്ങനെ നരഞ്ഞോണ്ട് നീ 2 ദിവസം തൊള്ള വിളിച്ചേ. ഒരു വാവിലേരെ ഒന്നും പറ്റൂല. 2 ദിവസം തൊള്ള വിളിച്ചേ. 3-ാമത്തെ ദിവസം തോളത്തിട്ടോണ്ട് എങ്ങോട്ടാ? അല്ല ഞാൻ പള്ളിയിൽ പോവാടി. എന്താ നല്ല 1-ാം നമ്പർ വെള്ളം പെയ്ത് കണ്ടാ. ഇതാണ് നയം. ആദ്യത്തതോ നയവൈകല്യം. നിങ്ങൾ നയപരമായി ഇടപെട്ടോ നിങ്ങളെ കെട്ടിയോനൊരു അശ്ലീലവും കാണൂല, ഒരു മൊബൈലും നോക്കൂല, ഒരു ബീഡിയും വലിക്കൂല, ഒരു കള്ളും കുടിക്കൂല, ഒരു നിസ്കരിക്കാതിരിക്കില്ല. നയപരമായിട്ട് ഇടപെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാമ്പത്യം സന്തോഷകരമാകാൻ, കുടുംബജീവിതം സന്തുഷ്ടമാകാൻ, റസൂലുള്ളാഹിക്ക് വേണ്ടി പരസ്പരം ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാൻ ഈ മഹത്തായ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ദമ്പതികൾക്കും അല്ലാഹു ഇടയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആറുന്നുണ്ട്. ഞാനൊരല്പം ലേറ്റായി പോയി. സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വർത്താനം പറഞ്ഞതിൽ അള്ളാഹുവിൻ്റെ അടിയാറുകളായ നിങ്ങൾക്ക് കേട്ടവർക്ക് വല്ല വെറുപ്പോ അറപ്പോ മുഷിപ്പോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ബഹുമാനികളെ അതെല്ലാം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം, പൊരുത്തപ്പെടണം. റഹ്മാനായ അല്ലാഹ് ഇൽമ കുറവാൻ, ഇബാദത്ത് കുറവാൻ, ഈമാൻ കുറവാൻ, തഖ്വ കുറവാൻ, അമൽ കുറവാൻ. ഇനി എത്ര കാലം ഞങ്ങൾക്ക് ജീവിതം ഉണ്ടെന്ന് അറിയില്ല റബ്ബേ. എത്ര കാലം ജീവിച്ചാലും അല്ലാഹുവേ നിനക്ക് പൊരുത്തമില്ലാത്ത ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കണ്ണിനെ, ഞങ്ങളുടെ കാതിനെ, ഞങ്ങളുടെ നാക്കിനെ, ഞങ്ങളുടെ ഇതര അവയവങ്ങളെ പടച്ചവനെ ഞങ്ങൾക്ക് എതിരായിട്ട് നാളെ സാക്ഷിയാക്കല്ലേ റബ്ബേ.
പഠിച്ചവനെ ഹലാലല്ലാത്ത ഒരു പിടി ഭക്ഷണമോ ഒരറുക്ക് വെള്ളമോ ഞങ്ങളുടെ ആമാശയത്തിലേക്ക് എത്താതെ നീ കാക്കണേ തമ്പുരാനെ. റബ്ബൽ അദീമായ നാഥ, എത്ര കാലം ഇവിടെ ജീവിച്ചാലും റഹ്മാനായ റബ്ബേ നിനക്ക് സുജൂദ് ചെയ്യുന്നതിനൊരു തടസ്സം വരുത്തല്ലേ അല്ലാ. ഇരുന്ന് നിരങ്ങാനോ തപ്പി തടയാനോ ആംഗ്യം കാണിക്കാനോ ഇടവരുത്തല്ലേ അല്ലാ. ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറയാൻ ഇടവരുത്തല്ലേ റഹ്മാനെ. റബ്ബുൽ അദീമായ പഠിച്ചവനെ വൃക്ക തകരാറിലാണെന്ന് കേൾക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. പഠിച്ചവനെ ഇവിടെ ഇരിക്കുന്ന പലരും പല രോഗങ്ങളെ കൊണ്ടൊക്കെ വിഷമിക്കുന്നവരാ മജ്ലിസിൽ വന്നതിൻ്റെ ബർക്കത്തോണ്ട് പഠിച്ചവനെ ശിവ തരണേ റഹ്മാനെ. പ്രഷറും ഷുഗറും നടുവേദനയും പുറവേദനയും ഒന്നും ഇല്ലാത്ത സഹോദരിമാർ തന്നെ വളരെ കുറവാണ്. അള്ളാഹുവേ ശിഫ തന്നെ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബുൽ അദീമായ നാഥ, ഈ മഹത്തായ മജ്ലിസിൽ കൂടിയ ദമ്പതികളുടെയൊക്കെ ദാമ്പത്യം നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. ഏതെങ്കിലും നിലയ്ക്ക് വേദനിക്കുന്ന വിഷമിക്കുന്നവർ ഇവിടെ എവിടെ ഉണ്ടെങ്കിലും അള്ളാഹുവേ ഇതിൽ പങ്കെടുത്തതിൻ്റെ ബർക്കത്തോണ്ട് സന്തോഷം നൽകണേ അല്ലാ. റഹ്മാനായ അള്ളാഹുവേ, കൃപയുള്ള റഹ്മാനായ കരുണയുള്ള പഠിച്ചവനെ, ഞങ്ങൾക്ക് തന്ന നിഅമത്തുകളൊക്കെ നീങ്ങിപ്പോകാതെ പഠിച്ചവനെ നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ഞങ്ങളെയൊക്കെ അതിന് ശുക്ർ ചെയ്യുന്ന ശാക്കിര്യങ്ങളിലും ശാക്കിറാത്തുകളിലും പെടുത്തുകയും ചെയ്യണേ പഠിച്ചവൻ വരാനെ. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളൊക്കെ സക്കറാത്തിലേക്ക് എത്തുക പഠിച്ചവനെ. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിടന്ന് മരിക്കാതെ നെറ്റിത്തടം വേർത്ത് കണ്ണുനീരൊഴുകി റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ ഭാഗ്യം താട്ടെ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ അന്ത്യം മോശമാക്കി കളയല്ലേ പഠിച്ചവൻ വരാനെ. ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. റബ്ബുൽ അദീമായ നാഥ, റബ്ബുൽ അദീമായ നാഥ, ഞങ്ങളുടെ ആരുടെയും ജനാസ പ്രദർശന വസ്തു ആക്കല്ലേ പഠിച്ചവനെ. അള്ളാഹുവേ, ആഫിയത്തുള്ള സമയത്ത് ഹറമൈനിയിലേക്ക് പോകാനുള്ള ഭാഗ്യം തരണേ തമ്പുരാന്. അള്ളാഹുവേ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പെങ്ങന്മാർക്കൊന്നും നൊന്ത് പെറ്റ മക്കളെ നോക്കി വിഷമിപ്പിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലേ പഠിച്ചവരാന്. എൻ്റെ മോൻ അനുസരിക്കണില്ലല്ലോ, എൻ്റെ മോക്ക് എന്നോട് സ്നേഹവും ഇല്ലല്ലോ. അള്ളാഹുവേ, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ ഇട വരുത്തല്ലേ അല്ലാ. രാവും പകലുമില്ലാതെ മക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഉപ്പമാരെയും ഉമ്മമാരെയും മക്കളെ കൊണ്ട് കണ്ണിന് കുളിർമയുള്ളതാക്കി കൊടുക്കണേ പഠിച്ചവരാന്. റഹ്മാനായ അല്ലാ, ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന പെൺകുട്ടികൾ ആരെല്ലാം വിവാഹപ്രായം എത്തിയവരുണ്ടോ ഹൈറായ ഇണകളെ കൊണ്ട് അള്ളാഹുവേ നിക്കാഹ് എളുപ്പമാക്കണേ പഠിച്ചവരാന്. ഗർഭവതികൾക്കൊക്കെ പ്രസവം എളുപ്പമാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, വിധവകളാകുക എന്നുള്ളതും ഈ സമുദായത്തിൽ ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ബലമാണ് പഠിച്ചവനെ. അങ്ങനെ വിധവകളായ ചെറുപ്പക്കാർ പെൺകുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് നിക്കാഹാണ് ഹൈറെങ്കിൽ ഹൈറായ നിലക്കുള്ള വിവാഹം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പഠിച്ചവരാനെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരിവിടെ ഉണ്ട്. ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടിയൊക്കെ ദ്വാരപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരൊക്കെ സ്വർഗീയ ഇണകളാക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, ഈ പാപിയോട് ദ്വാരക്കാൻ വേണ്ടി പലരും വസിയത്ത് ചെയ്തിട്ടുണ്ട്. വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആവശ്യങ്ങളും വീട്ടണേ അല്ലാ. ഇടങ്ങേറുകൾ മാറ്റണേ അല്ലാ. ലോകമെമ്പാടും ഉമ്മത്ത് ദുരിതത്തിലാ പടച്ചവനെ. ജൂത നസാറ മജൂസികളുടെ ഷർറിൽ നിന്ന്, ബുദ്ധവർഗത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഉമ്മത്തിനെ കാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ തൗഹീദിന്റെ എതിരിലുള്ള ഐക്യത്തിനെ നീ തകർക്കണേ റഹ്മാനെ. പടച്ചറബേ, ഫലസ്തീനികൾക്ക് ജനിച്ച മണ്ണിൽ കിടക്കാനുള്ള അവകാശം അല്ലാഹുവേ നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഈ ഇന്ത്യ രാജ്യത്തും അല്ലാഹുവേ, ഇന്ത്യ രാജ്യത്തിന്റെ സൗഹാർദ്ദതയും സ്നേഹവും ഐക്യവും എല്ലാം തകർത്ത് വർഗീയതയുടെ തൊഴുത്തിൽ കെട്ടാൻ പരിശ്രമിക്കുന്ന തീവ്രവാദികളെ അല്ലാഹുവേ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. പടച്ചറബേ, ദീനിന്റെ ഷിയാറുകളോട് വെറുപ്പുള്ളവരെ ഭരണസ്ഥലത്ത് തുടരാതെ അല്ലാഹുവേ നീ കാക്കണേ പടച്ചറബേ. റഹ്മാനെ, മരിച്ചു വീഴുന്ന, കത്തിച്ചാമ്പലാകുന്ന, ക്രൂരമായി കശാപ്പിയപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, ആബാല വൃദ്ധത്തിന് ശുഹദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കണേ റഹ്ബാനെ. ചോദിക്കാൻ അറിയില്ല, ചോദിക്കാൻ അവകാശമില്ല, ചോദിക്കാൻ അർഹതയില്ല. നിന്റെ ഹബീബായ സയ്യിദായ ഖുർറത്തുൽ ഐനായ ലോകത്തിന്റെ മുത്തായ നബി മുഹമ്മദ് റസൂലുള്ളാഹി എന്തെല്ലാം ചോദിച്ചോ അതെല്ലാം ഈ തണുപ്പുള്ള രാത്രിയിൽ ഒത്തുകൂടി ഞങ്ങൾ ചോദിക്കുന്നു, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്തിൽ നിന്നെല്ലാം പന്നാർ നബി അഭയം തേടിയോ അതിൽ നിന്നെല്ലാം ഞങ്ങൾ കാവലിനെ തേടുന്നു, ഞങ്ങളെ കാക്കണേ അല്ലാ. അതുപോലെ ഈ ശബ്ദം ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടി ഇവിടെ വന്ന് വെറും ഫ്രീ ആയിട്ട് വന്ന് സേവനം ചെയ്യുന്ന അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനക്കും അള്ളാഹുവേ, അതുപോലെ ഏതെല്ലാം നിലയ്ക്ക് ഈ അമലിനെ സഹായിച്ചിട്ടുണ്ടോ സഹായിച്ചവർക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബേ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ ആബാഅനാ വഉമ്മഹാതിനാ കമാ റബ്ബൗനാ സിഗാറാ. ആമീൻ ബിറഹ്മതിക
يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء المرسلين والحمد لله رب العالمين السلام عليكم. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.